എന്നാൽ ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ഓട്ടോറിക്ഷ തൊഴിലാളികൾ, വ്യാപാര സ്ഥാപനങ്ങളിലെ ഉടമകൾ, അതിന്റെ ജോലിക്കാർ, എന്നെ ശ്രവിക്കുന്നവർ, അവരുടെ ചോദ്യങ്ങൾക്കാണ് ഞാൻ മറുപടി തരുന്നത്. നിങ്ങൾക്കൊന്നും ഇവിടെ വന്ന് ചോദിക്കാനുള്ള ആർജവം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് 2020 എന്ത് ചെയ്യും, എങ്ങനെയാണെന്ന് നിങ്ങൾ ചോദിച്ചാൽ അതിന് എനിക്ക് ഉത്തരം പറയാം. ഉത്തരം പറഞ്ഞിട്ടേ പോകൂ. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ കടന്നു വരണമെന്ന് അപേക്ഷിക്കുകയാണ്. കാരണം സാധാരണ രാഷ്ട്രീയക്കാർ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും അല്ലാത്തപ്പോഴും പ്രഖ്യാപനങ്ങളും വാഗ്ദാനങ്ങളും നടത്തി 65-70 കൊല്ലം നിങ്ങളെ പറ്റിച്ചിട്ടും മനസ്സിലായിട്ടില്ലെങ്കിൽ ആളൊരുത്തൻ ഇവിടെ വന്നിട്ടുണ്ട്. നാളെ കൊല്ലൂ എന്ന് പറഞ്ഞപ്പോൾ ഇന്നലെ ചത്ത ഒരാളെ കൊല്ലാൻ പറ്റില്ലെന്ന് പറഞ്ഞ ഒരാൾ ഇവിടെ വന്നിട്ടുണ്ട്. ഇതിവിടെ നിന്ന് നിങ്ങൾക്ക് കൃത്യമായ ഉത്തരം തരും. ചോദിച്ചില്ലെങ്കിലും ചിലത് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുവാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ഒന്ന്, നിങ്ങൾ ഇങ്ങനെ ഒരു ജീപ്പും ഒരു ആന്റണി ജൂഡി എന്ന ഒരു ചെറുപ്പക്കാരൻ വരുമ്പോൾ ഇയാൾ MP ആയാൽ, നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഇയാൾ MP ആയാൽ എന്ത് കോപ്പ് ചെയ്യും? ഒത്തിരി കോപ്പ് ചെയ്യും. ഒന്നാമത് പോസ്റ്ററിലുള്ള നിങ്ങളെ ഇങ്ങനെ കുനിഞ്ഞ് കൈവണങ്ങി MP ആയി നാട് വിട്ടു പോയി കഴിഞ്ഞാൽ പിന്നെ ഇതുപോലത്തെ ലൈറ്റ് പിടിപ്പിക്കാനും ബസ് സ്റ്റോപ്പ് പണിയാനും അല്ല ഇയാളെ തെരഞ്ഞെടുക്കണം. ഇങ്ങനത്തെ ഒരു ലൈറ്റ് പണിതാൽ, ഇങ്ങനത്തെ ഒരു ബസ് സ്റ്റോപ്പ് പണിതാൽ എന്റെ കൊച്ചനിയന് ആദ്യത്തെ അടി കൊടുക്കണം ഞാനായിരിക്കും. ഞാനൊരു ഗുണ്ടയൊന്നുമല്ല, എന്നാലും ഒരു അടി കൊടുക്കണം. രണ്ടാമത്, നിങ്ങളുടെ ചോദ്യത്തിന് തന്നെയുള്ള ഉത്തരമാണ്. ഈ MP എന്ത് ചെയ്യും? ഈ MP നിങ്ങളുടെ ശബ്ദമായി എന്ത് നേട്ടമെന്നുള്ള രണ്ടാമത്തെ കാര്യം, നിങ്ങളുടെ പാവങ്ങളുടെ ശബ്ദമായി പാർലമെന്റിൽ ചോദ്യങ്ങൾ ഉന്നയിക്കും. അത് നടക്കോ നടപ്പാക്കാത്തത് നിങ്ങളുടെ ഗതികേടാ. ആന്റണി ജൂഡിന് വേണ്ടിയോ ഡോക്ടർ ഹാരോൺ ഗോപകുമാർ ഇവിടെ വന്നിരിക്കുന്ന ആരും തന്നെ ഒരു രാഷ്ട്രീയ പാർട്ടി കൊണ്ട്, ഈ പാർട്ടി പ്രവർത്തനം കൊണ്ട് ഇതിൽ നിന്ന് കൈയിട്ട് വാരിച്ചിരിക്കുന്ന ഒരെണ്ണം ഇവിടെ ഇല്ല. അതേ സ്ഥാനത്ത് നാളെ മറ്റന്നാളൊക്കെ ഇതുപോലെ തന്നെ ഇവിടെ കവല മീറ്റിംഗിൽ വരുമ്പോൾ നിങ്ങൾ അവരുടെയൊക്കെ മുഖത്തോട്ടൊന്ന് നോക്കിയിട്ട് 10 കൊല്ലം മുമ്പ് അവരെന്തായിരുന്നു എന്നൊന്ന് ചിന്തിക്കുക, ഇപ്പോൾ അവരെന്തായെന്ന് ചിന്തിക്കുക. ഇവിടുത്തെ പല സ്ഥാപനങ്ങളും ഓട്ടോറിക്ഷ തൊഴിലാളിയായാലും കച്ചവടം ചെയ്യണവനൊക്കെ ആയാലും കടവും കടത്തിന്റെ കൂടും ജപ്തികേട് വാതിക്കലെത്തി നിൽക്കുമ്പോൾ ഒരു പണിയും വേലയും ചെയ്യാത്തവനൊക്കെ ബെൻസ്, BMW, വീണ തേങ്ങ പറക്കണം, വീണ മാങ്ങ പറക്കണം. ഇതിനൊരു മാറ്റമുണ്ടാവാൻ കേരളത്തിന്റെ ഗതികേട് കണ്ടിട്ട് ഇറങ്ങി തിരിച്ചവരാണ് ഡോക്ടർ ഹാരോണും ഗോപകുമാറും ഇവിടെ ഇരിക്കുന്ന മറ്റ് പ്രമുഖ വ്യക്തികളെല്ലാം തന്നെ. ഇതുകൊണ്ട് ജീവിക്കാൻ വന്നതല്ല. 65 കൊല്ലം നിങ്ങളെ പറഞ്ഞു പറ്റിച്ച് ഈ 3 മാസം സ്കൂട്ടർ ഓടിക്കുമ്പോൾ കൈ വിട്ടുകൊണ്ട് എല്ലാവർക്കും നമസ്കാരം തരും. അത് കഴിഞ്ഞ കാറിലിരുന്നാൽ പോലും ഇവര് നമസ്കാരം തരില്ല. ഇവരുടെ വീട്ടിൽ പോയാൽ നമ്മൾ ക്യൂ നിൽക്കണം. അപ്പൊ ഇങ്ങനെ ഒരു MP വന്നാൽ ആദ്യമായിട്ട് ഇവിടെ ഒരു മാതൃക കാണിച്ചു തരുമെന്ന് ഞങ്ങൾ ഉറപ്പു തരികയാണ്. ഒന്നുമില്ലെങ്കിലും, ഒന്നും ചെയ്തില്ലെങ്കിലും ഒരു 10 കോടി രൂപ നമ്മുടെ കേന്ദ്രം MP-ക്ക് കൊടുക്കാറുണ്ട്. 10 കോടി രൂപ, അതായത് 1000 ലക്ഷം രൂപ. ഈ 1000 ലക്ഷം രൂപയെങ്കിലും നിങ്ങൾക്ക് ഇതുപോലത്തെ ലൈറ്റ് 10 ലക്ഷത്തിന് ഇടാണ്ട് ഇതൊരു 1.5-2 ലക്ഷം രൂപക്ക് മാക്സിമം ഇട്ടാ തീർത്ത് തന്നിട്ട് ബാക്കി 8 ലക്ഷം രൂപ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യും. കലാലയ രാഷ്ട്രീയത്തെ കുറിച്ച് ഡോക്ടർ പറഞ്ഞു, കഞ്ചാവ് മയക്കുമരുന്നിനെ കുറിച്ച് പറഞ്ഞു. കേരളത്തിന്റെയും അല്ലെ മനുഷ്യ സമൂഹത്തിന്റെ ഒരു ഗതികേടാണ്. ഹോർലിക്സും ബോൺവിറ്റക്കും എന്തോരം പരസ്യമാണ്. വേറൊന്നും കൂടി ഉണ്ടല്ലോ നമ്മുടെ സച്ചിൻ വന്നത്, ബൂസ്റ്റിനൊക്കെ കോടിക്കണക്കിന് രൂപ പരസ്യം ചെയ്തിട്ടും അവർ ടാർജറ്റ് എത്തുന്നില്ല. കേരളത്തിൽ കഞ്ചാവിന് വല്ല പരസ്യമുണ്ടോ? ടാർജറ്റ് കടന്നിരിക്കുന്നു. 5 കിലോമീറ്ററിനടുത്ത് ഇപ്പൊ എല്ലാ കടകളിലും, നമ്മളൊക്കെ കോളേജിലും സ്കൂളിൽ പഠിക്കുമ്പോ പറയുന്നത് 2 പൊതി കഞ്ചാവ് പിടിച്ചു, 2 പൊതി കഞ്ചാവ് പിടിച്ചു. വാർത്തയാണ്. ഇന്നങ്ങനെയല്ല. 500 കിലോ കഞ്ചാവ് പിടിച്ചു, 2000 കിലോ കഞ്ചാവ് പിടിച്ചു. അതിന് സച്ചിനും വേണ്ട, മമ്മൂട്ടിയും വേണ്ട, മോഹൻലാലും വേണ്ട, അങ്ങോട്ട് പന്തലിക്ക് വേണ്ടി. കേരളത്തിന്റെ ഗതികേടാണ്. സംസ്കാരവും സാക്ഷരതയുണ്ടെന്ന് പറഞ്ഞിട്ട് സ്വയം നിങ്ങളുടെ മനസാക്ഷിയോട് സംസാരിക്കുക. എന്റെ മുഖം നിങ്ങൾ കാണണ്ട. ഈ സംസാരത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ പച്ചക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒന്നും ഉണ്ടാക്കി പറയേണ്ട കാര്യമില്ല. കലാലയ രാഷ്ട്രീയം നിരോധിക്കണമോ വേണ്ടെന്ന് നിങ്ങൾ ചിന്തിക്കുക. മക്കളെ പഠിപ്പിക്കാൻ വിടുന്നത് പഠിക്കാൻ വേണ്ടിയാണ്. ഓരോ കോളേജും പാർട്ടി ഓഫീസ് പോലെ 150 പേര് നോക്കി നിൽക്കുമ്പോൾ
3 ദിവസം വെള്ളം കൊടുക്കാതെ ഒരു കൊച്ചു കൂട്ടുകാരനെ, അവരുടെ കൂടെ പഠിക്കുന്നവനെ തല്ലിക്കൊന്നിട്ടുണ്ടെങ്കിൽ എന്നെ ഇവിടെ ഇട്ട് തല്ലി 51 വെട്ടല്ല 61 വെട്ടുവെട്ടിയാലും എല്ലാവരും വീട്ടിൽ പോവുള്ളൂ. മൃഗങ്ങൾ പോലും മാറി നിന്ന് നോക്കും എന്താണ് ചെയ്യണമെന്ന്. ഈ ഇടയ്ക്ക് നിങ്ങൾക്ക് കാണാലോ ഫേസ്ബുക്കിൽ യൂട്യൂബിലൊക്കെ പൂച്ച എലിയെ സ്നേഹിക്കുന്ന കാലം, എലി പൂച്ചയെ സ്നേഹിക്കുന്ന കാലം, പ്രാവിനെ പുലി വെറുതെ വിടുന്നു, മാനിനെ പുലി വെറുതെ വിടുന്നു. പക്ഷെ നമ്മളോ നമ്മുടെ സ്വന്തം മക്കളെ വരെയും പല വിധത്തിൽ ഉപയോഗിക്കുന്നു. പെറ്റ തള്ളയെ തല്ലിക്കൊല്ലുന്നു. ഇത് സമൂഹത്തിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയത് ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ ഉറപ്പിച്ചു പറയും, ഇവിടുത്തെ സകല നാശത്തിനും കാരണം രാഷ്ട്രീയക്കാരാണ്. അവർ ജയിച്ചു കഴിഞ്ഞാൽ ഇവിടെ നീതിയും നിയമവും നടപ്പാക്കുന്നില്ല. നീതിയും നിയമവും നടപ്പാക്കിയിരുന്നെങ്കിൽ ഇത് സംഭവിക്കില്ല. ഇപ്പോഴും ഞാൻ എഴുതി വെച്ചു തരാം. ലാവ്ലിൻ കേസ് പോലെ കള്ളത്തരത്തിനും അഴിമതിക്കും കൂട്ടുനിൽക്കുന്ന ഈ നിയമ സംവിധാനം, റൂൾ ഓഫ് ലോ, നിയമവാഴ്ച നഷ്ടപ്പെട്ട നാട്ടിൽ ഇതും 2 ദിവസം കഴിയുമ്പോൾ പോകും. കേരളത്തിൽ മാത്രമാണ് എല്ലാ ദിവസവും 4 ബ്രേക്കിംഗ് ന്യൂസും 4 ഷോക്കിംഗ് ന്യൂസും. ആർക്കും ബ്രേക്കുമില്ല, ആർക്കും ഷോക്കുമില്ല. അങ്ങനെ സമൂഹത്തിൽ സമൂഹജീവി അല്ലാതെ നമ്മളൊക്കെ ഇനി എനിക്ക് തോന്നുന്നു, ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഡൊമസ്റ്റിക് ആനിമൽ, വൈൽഡ് ആനിമൽസ് എന്ന് പറഞ്ഞ് പഠിപ്പിക്കാറുണ്ട്. നാട്ടിൽ മനുഷ്യരോടൊപ്പം ജീവിക്കുന്ന ആരൊക്കെ കാട്ടിൽ ജീവിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇപ്പൊ നമ്മുടെ കുട്ടികൾ, നിഷ്കളങ്കരായ കുട്ടികൾ ഒരു 4ാം ക്ലാസ്സിൽ വെച്ചിട്ട് നമ്മൾ ഡൊമസ്റ്റിക് ആണെന്ന് പറഞ്ഞാൽ അവർ ഒപ്പം തന്നെ ചോദിക്കും, എന്നിട്ടാണ് മറ്റേ 51 വെട്ടി കിട്ടിയത്, ഇന്നലെ ആ കൊച്ചിനെ കൊന്നത്, വി ആർ വൈൽഡ്. അപ്പൊ നമ്മൾ അങ്ങനെ വൈൽഡിലോട്ട് പോവരുത്. ഈ MP ഹൃദയത്തിലായിരിക്കില്ല, ഈ MP പോസ്റ്ററിലായിരിക്കില്ല, ഈ MP നിങ്ങളോടൊപ്പം നിങ്ങളിൽ ഒരുവനായി ഉണ്ടാവുമെന്ന് ഞാൻ ഉറപ്പു തരുന്നു. രണ്ടാമത്തെ കാര്യം, ഈ MP ജയിച്ചു കഴിഞ്ഞാൽ എന്താണ് മെമ്പർ ഓഫ് പാർലമെന്റ്, എന്താണ് MP എന്ന് നിങ്ങൾ പറയുന്നത് പോലെ പ്രവർത്തിക്കുന്ന ഒരു തേരാളിയായിരിക്കും. അല്ലാതെ ഇദ്ദേഹം ഒരു ഒടയാനും നമ്മളൊക്കെ അടിയാനും അല്ല. ഇവിടുത്തെ ഏത് MLA ആണ് സാധാരണക്കാരന്റെ ഒപ്പം ഇപ്പൊ പോകുന്നത്? മരിച്ച വീട്ടിലും കല്യാണ വീട്ടിലും വന്നൊന്ന് ചിരിച്ചു പോകും. ഒരാവശ്യത്തിന് തന്നാൽ അവന്റെയൊക്കെ തനി നിറം കാണാം. ഞാൻ തരുന്ന ഉറപ്പ് 24 കാരറ്റിന്റെ ഉറപ്പാണ്. ഈ ജൂഡി ജയിച്ചാൽ നിങ്ങളിൽ ഒരുവനായിരിക്കും, നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും, ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു MP ആയിരിക്കും. അതുകൊണ്ട് നിങ്ങളുടെ വിലയേറിയ വോട്ട് തീർച്ചയായും ഈ പ്രാവശ്യം 2020 കൊടുത്ത് 65 കൊല്ലം നിങ്ങളെ മാറി മാറി പറ്റിച്ച നിങ്ങളുടെ ഒരു ചോദ്യം കൂടിയുണ്ട്. ഇയാളും MP ആയി കഴിഞ്ഞാൽ കക്കൂലേ എന്നൊരു ചോദ്യം നിങ്ങളുടെ മനസ്സിലുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ മനസ്സാണ് ഞാൻ സംസാരിക്കുന്നത്. ഇനി ഇവൻ ജയിച്ച് ഒരു 6 മാസം കഴിയുമ്പോൾ കക്കൂലേ? ഇന്നലെ വരെ കട്ട കള്ളനെ നമുക്ക് ചെയ്യിപ്പിക്കാമെങ്കിൽ ഇവനൊരു അവസരം കൊടുത്തുകൂടെ? ഞാനൊരു അടിയും ഓഫർ ചെയ്തിട്ടുണ്ടല്ലോ. ഞാൻ മാത്രമല്ല, ഈ കൂട്ടത്തിൽ ഒരാളും ഇവനൊരു അഴിമതി ചെയ്താൽ KM മാണിക്ക് ലഡ്ഡു കൊടുത്ത പോലെ കിട്ടുമെന്ന് വിചാരിക്കണ്ട. പല്ലുപോകും. ഞാൻ ഒരടി പറഞ്ഞിട്ടുള്ളൂ, ഇവരുടെയൊക്കെ മനസ്സിൽ 5 അടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് കാക്കാനും മോഷ്ടിക്കാനും ഈ നാടിനെ കൊള്ളയടിച്ചിട്ട് MP എന്ന് പറഞ്ഞാൽ പണമുണ്ടാക്കുന്ന ഒരു സാധനമാണെന്ന് നിങ്ങൾ ആരും വിശ്വസിക്കരുത്. ഞാൻ ഇന്ന് പ്രസംഗിച്ച പ്രസംഗം നിങ്ങൾക്ക് വേണ്ടിയാണ്, നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയാണ്, തലമുറക്ക് വേണ്ടിയാണ്. ഓർമ്മയിലുള്ളത് നിങ്ങളുടെ വീട്ടിൽ ചെന്നും പറയുക. അപ്പോൾ അത് 10,000-10,000 ആയിക്കോളും. ദീർഘിപ്പിക്കുന്നില്ല, നമ്മുടെ റോഡ് ഷോ തുടങ്ങുകയാണ്. നിങ്ങളുടെ എല്ലാം അനുഗ്രഹങ്ങളും ആശംസകളും ഉണ്ടാവണം. നിങ്ങൾ പലരെയും ഭയപ്പെട്ടുകൊണ്ട് ഇവിടുത്തെ പല പരമ്പരാഗതമായ രാഷ്ട്രീയക്കാരുടെ ഒപ്പം നിങ്ങൾ നിന്നാലും 5 കൊല്ലം പറ്റിച്ചവരെ, 5 കൊല്ലം നിങ്ങളെ വഞ്ചിച്ചവരെ നിങ്ങൾ പോളിംഗ് ബൂത്തിൽ ചെല്ലുമ്പോൾ 5 മിനിറ്റ് നിങ്ങളുടെ ബുദ്ധി ഉപയോഗിച്ച്, നിങ്ങളുടെ മനസാക്ഷി ഉപയോഗിച്ച് 5 മിനിറ്റ് തിരിച്ചൊരു പറ്റിച്ചാൽ കേരളം വിജയിക്കും. ആ 5 മിനിറ്റ് നിങ്ങൾ ചിന്തിക്കേണ്ടത് ആന്റണി ജൂഡി എന്ന് പറയുന്ന നമ്മുടെ പ്രതീക്ഷ, പുതിയൊരു സംവിധാനം എന്താണ് MP എന്ന് കാണിക്കുന്ന ആ സംവിധാനത്തിൽ എത്താൻ നിങ്ങളുടെ വോട്ട്, വിലയേറിയ വോട്ട് കേരളത്തിൽ നിന്ന് തന്നെ തുടങ്ങണം. ഇന്ത്യയുടെ മാറ്റം. എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഇതിന്റെ പിന്നിൽ അണിനിരുന്നവരോടും ഈ 2020 വിജയിപ്പിക്കേണ്ട നിങ്ങളുടെ ആവശ്യമാണെന്നും ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് ഭാരത്.